ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പൊടി ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് മൈദപ്പൊടി വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരവും അതേ അളവിൽ തന്നെ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂണ് വെച്ച് മൈദപ്പൊടി ആയ കാരണം കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ. അതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. അങ്ങനെ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ആ സമയത്ത് ചേർത്താൽ മതി. പക്ഷെ ഞാൻ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കറിയൊക്കെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊക്കെ റെഡിയാക്കി വരുന്നവരെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ദോശ ഉണ്ടാക്കുന്ന പാനാണ് കേട്ടോ. അതിലേക്ക് നമുക്കൊരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ദോശ ഉണ്ടാക്കുന്ന പോലെ കുറേ ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറേ ഹോൾസ് ഇങ്ങനെ വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു വശം മാത്രം വേവിച്ചെടുത്താൽ മതി. നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരുമ്പോൾ ഇതേപോലെ നിറച്ച് ഹോൾസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. പിന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ മക്കൾ ഇതിൻ്റെ കൂടെ നാളികേരപ്പാൽ കൂട്ടിയിട്ടാണ് കഴിക്കാറ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കറി വേണമെങ്കിൽ കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ അതേപോലെ തന്നെ അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരി വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു, ദോശയ്ക്ക് അരച്ച് വയ്ക്കാൻ മറന്നു എന്നൊക്കെ വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.